സമ്മതിച്ച യാഥാർത്ഥ്യമാണല്ലോ. അതുതന്നെയാണ് ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം ലീഗിനെ വർഗീയമെന്ന് പറഞ്ഞപ്പോ നായന്മാരുടെ സമ്മേളനത്തിൽ ചെന്നുകൊണ്ട് ആ സമ്മേളനത്തിൽ പ്രൗഢമായ ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞത്, എന്റെ സമുദായത്തിന്റെ അവകാശത്തിന്റെ മുടിനാരിട വിട്ടുതരുന്ന പ്രശ്നമില്ല, എന്നാൽ ആരാന്റെ അവകാശത്തിന്റെ അളവ് ഞങ്ങൾ പിടിച്ചടക്കുകയില്ല. മറ്റുള്ളവന്റെ അവകാശം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ സമുദായത്തിന്റെ മുടിനാരിട വിട്ടുതരില്ല. ആ സിംഹഗർജനം അന്ന് NSSന്റെ പ്രവർത്തകർ പോലും അത്ഭുതത്തോടെ കേട്ടു. ആർജവമുള്ള ഒരു നേതാവിന്റെ ശബ്ദം. അത്തരം നേതാക്കളല്ലേ മുസ്ലിം ഉമ്മത്തിന് ആവശ്യം. അദ്ദേഹം വളരെ വ്യക്തമായി സമൂഹത്തോട് പറഞ്ഞു. അതോടെ അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനത്തോടുകൂടി പലരും മുസ്ലിം ലീഗിനെ വർഗീയമായി കണ്ടിരുന്നിടത്ത് നിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിനോട് എടുക്കാൻ പലരും മുന്നോട്ട് വന്നു. അദ്ദേഹം സ്വന്തം സമുദായത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു. മുസ്ലിം ലീഗിന്റെ ലേബലിൽ കേവലം ഒരു CH മുഹമ്മദ് കോയ എന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ തന്നെ എടുത്തു ധരിക്കുന്നത് അദ്ദേഹം ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ബാബക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും അതുപോലെ തന്നെ MK ഹാജിയെ പോലുള്ള നായകന്മാരും ഈ സമൂഹത്തിന് ചെയ്ത സേവന പ്രവർത്തനങ്ങളെ ചെറുതാക്കി കണ്ടുകൊണ്ടല്ല പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ വെളിപ്പാടകരെ നിൽക്കുന്ന എന്തുകൊണ്ടാണ്? CH മുഹമ്മദ് കോയ സാഹിബിന്റെ താല്പര്യപ്രകാരമല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കടന്നു വന്നത്. ആ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ CH എത്രമാത്രം പാടുപെട്ടിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റി വന്നതുകൊണ്ട് എന്തൊക്കെ നേട്ടം മലബാർ മേഖലയിലെ വിദ്യാഭ്യാസത്തിനുണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല, ഏകീകൃത സർവകലാശാല ബില്ല് കൊണ്ടുവന്നതാരാണ്? അതിനുവേണ്ട ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ അന്ന് സർവകലാശാലകളിലൊക്കെ പ്രവർത്തന ഏകീകരണത്തിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനൊക്കെ ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് ഉണ്ടായിരുന്നുവല്ലോ. മാത്രമല്ല, CH മുഹമ്മദ് കോയ സാഹിബ് എന്ന മനുഷ്യൻ കേരളക്കരയിൽ ആദ്യമായി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തൊരു സന്ദർഭമുണ്ടായി. നക്സൽ പ്രസ്ഥാനം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് CHന്റെ കയ്യിൽ ആഭ്യന്തരം വന്നപ്പോ പലരും സംശയിച്ചു പോയി. അദ്ദേഹത്തിന് എന്തു ചെയ്യാൻ കഴിയും? ഹോംഗാർഡിൽ പോലും എടുക്കരുത് എന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ അംഗം ഇന്നെവിടെ എത്തി? CH മുഹമ്മദ് കോയ സാഹിബ് ആഭ്യന്തര വകുപ്പ് കൈയാളി നക്സൽ പ്രസ്ഥാനത്തെ ശരിക്കും നിയമപരമായ മാർഗത്തിലൂടെ ഒതുക്കി എന്ന് മാത്രമല്ല, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഹോംഗാർഡിൽ പോലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പ് ഏൽപ്പിച്ചുകൊണ്ട് അന്യരാജ്യവുമായി ഇന്ത്യക്ക് സംസാരിക്കാൻ ഓൺ ബിഹാഫ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്യുവാൻ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധിയെ സ്വീകാര്യനായി മാറിയ ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാലഘട്ടത്തിന്റെ മാറ്റമാണ്. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ അടിത്തറയിട്ട പ്രസ്ഥാനമാണിത്. ഒരിക്കലും ഒരാളുടെയും കുതന്ത്രങ്ങൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇതിനെ തടുക്കാൻ കഴിയില്ല. ഇന്നും ഇന്ത്യയിൽ റോയൽ അഥവാ നമ്മുടെ ചാര സംഘടനയിൽ അപ്രകാരം SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇതിലൊന്നും ഒരു മുസ്ലിമിനെ എടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരും അങ്ങനെ പ്രചരിപ്പിക്കുന്നവരും അതൊരു അലിഖിത നിയമമായി കൊണ്ടു നടക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിയെത്തി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ നോക്കൂ. ദേശീയ സുരക്ഷാ ഏജൻസികളിൽ പലതരം മുസ്ലിങ്ങളില്ലല്ലോ. എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ സംഘടിച്ച് ശക്തരായി മുന്നോട്ട് വന്നൊരവസ്ഥാവിശേഷം എന്തുകൊണ്ടുണ്ടായി? ഏത് രംഗത്തും നമുക്കത് കാണാൻ കഴിയും. മാത്രമല്ല, CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാഴുമ്പോഴാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പിന്റെ ഫയൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഹരിജൻ DSP ആയി വരുന്നത്. അന്യ സമുദായത്തോട് ചെയ്ത സേവന പ്രവർത്തനം നോക്കൂ നിങ്ങൾ. ഹരിജൻ വിഭാഗത്തോട് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ലല്ലോ നോക്കിയത്. മതേതര രാജ്യം എന്ന രീതിയിൽ ശ്രീ രാമ മാസ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട PSC മെമ്പർ ആയിക്കൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ഓർക്കണം, PSCയിൽ മെമ്പർ ആയിരുന്നു അദ്ദേഹം. പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പർ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന് കിട്ടിയ അവസരം അദ്ദേഹത്തിന് നൽകുന്നു. നിങ്ങൾ ഓർക്കണം, ആ രീതിയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ മതേതരത്വം സ്വീകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തോടും പെരുമാറിയതിന് ഇന്ത്യയുടെ ആവശ്യമാണ്. ഇസ്ലാമിന്റെ നിലനിൽപ്പിനും മുസ്ലിങ്ങളുടെ പുരോഗതിക്കും ആ രീതിയിലുള്ള സമീപനം തന്നെ വേണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആരോടും വൈരവിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആരുടെയും അവകാശം നമ്മൾ പിടിച്ചടക്കാതെ, ആർക്കും അവകാശം കൊടുക്കാനുണ്ടെങ്കിൽ നിഷേധിക്കാതെ മാന്യമായ പെരുമാറ്റം, ഇത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ സംഭവം നോക്കൂ നിങ്ങൾ. അമുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും അവകാശം നമ്മൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കണമെന്നല്ലേ? ഒരു അമുസ്ലിം നമ്മൾ കൊടുക്കാണ്ട് കടമാകട്ടെ, അല്ലെ എന്തെങ്കിലും ബാധ്യതയാവട്ടെ. നാളെ പരലോകത്ത് പടച്ചറപ്പ് ജനങ്ങൾ മുഴുവൻ ഫരീഖും ഫിൽ ജന്നത്തിയോ ഫരീഖും ഫിസ് സഈർ എന്ന് പറഞ്ഞ് വേർതിരിച്ചിട്ട് സ്വർഗത്തിന്റെ അവകാശികളെ സ്വർഗലോകത്തേക്കും നരകത്തിന്റെ അവകാശികളെ നരകത്തേക്കും തിരിച്ചുവിടുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ വിളിയാളമുണ്ടാകും. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു, ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശികളിൽ ഒരുത്തരും സ്വർഗത്തിലേക്ക് പോവുകയില്ല. എങ്ങനെ? ഫവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമദ്ലമ,
അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവകാശം ഇങ്ങോട്ട് കിട്ടാൻ ഒരു നരകവാശിക്കുണ്ടെങ്കിൽ അത് തീർത്തു കൊടുത്തിട്ടല്ലാതെ. നിങ്ങൾ ഓർക്കണം, അമുസ്ലിമായ മനുഷ്യൻ നരകത്തില. അവന് വല്ല അവകാശവും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മുസ്ലിം കൊടുക്കാനുണ്ടെങ്കിൽ ആ അവകാശം കൊടുത്തിട്ടല്ലാതെ. അള്ളാഹു പറയുന്നു, ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു, ഒരിക്കലും മുന്നോട്ട് പോകാൻ അവന് കഴിയില്ല. അപ്പോൾ അവകാശം ആർക്കും കൊടുക്കണം, ഏതവകാശിക്കും അവകാശം കൊടുക്കണം. വർഗീയത ഒരിക്കലും ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ വർഗീയത ഇല്ലാത്തൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും അന്യ സമുദായത്തോട് ഇടപഴകി ചേർന്നതുകൊണ്ട് നിങ്ങൾ നോക്ക്, ഇന്നത്തെ പത്രത്തിൽ ബേബി ജോൺ മരിച്ചപ്പോൾ ഒരു വാർത്ത ഉണ്ടല്ലോ. ബേബി ജോണും മുസ്ലിം നേതാക്കളും നമ്മുടെ ബന്ധത്തിന്റെ പേരിൽ ബേബി ഹാജി എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു തമാശയ്ക്ക്. അത്രമാത്രം മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു RSPയുടെ നേതാവ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ആ നേതാവിന് മുസ്ലിം നേതാക്കളുമായി ഉണ്ടായിരുന്ന ബന്ധം അത്ര വലിയ ബന്ധം. അപ്പോൾ കേരളത്തിലെ മുസ്ലിം നേതാക്കളുമായി അങ്ങനെ ബന്ധം സ്ഥാപിച്ച് മതസൗഹൃദത്തിന്റെ ഒരു പുതിയ ചിത്രം വരച്ചു. അതിലൂടെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു. മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് നമുക്ക് കിട്ടിയില്ലേ? നമ്മുടെ പെൺകുട്ടികൾ പഠിക്കാൻ ആരംഭിച്ചില്ലേ? മാത്രമല്ല അറബി അധ്യാപകർക്ക് ഉന്നത സ്ഥാനം കിട്ടിയില്ലേ? മാത്രമല്ല ഉന്നത മേഖലയിലൊക്കെ അറബി അധ്യാപകർക്ക് അംഗീകാരം ലഭിച്ചു എന്നതിനേക്കാളേറെ നമ്മുടെ കേരളത്തിൽ അത് പഠിപ്പിക്കുവാൻ സ്പെഷ്യൽ ഓഫീസർമാർ മുതൽ, ഉറുദു പഠിപ്പിക്കാൻ പ്രത്യേക സംവിധാനം മുതൽ, നമ്മുടെ ന്യൂനപക്ഷ ഏരിയകളിൽ പ്രത്യേക സ്കൂളുകൾ മുതൽ എല്ലാ സംവിധാനവും കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നിട്ടില്ലേ? ഈ മലബാർ മേഖലയിലെ പഴയ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് നിങ്ങൾ ഓർത്ത് നോക്ക്. എവിടെയായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്? അന്നൊക്കെ ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുക എന്നാൽ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന ആൾക്ക്, ഉപരിപഠനത്തിന് പോകുന്ന ആളുകൾക്ക് യാത്രയപ്പ് കൊടുത്തിരുന്നു. അന്നൊക്കെ ആളുകളുടെ പേരിന് ഒരു BA MA എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. കാരണം എന്തുകൊണ്ട്? അന്നത് അപൂർവ സംഗതിയായിരുന്നു. മുസ്ലിം സമുദായത്തിൽ ഒട്ടും ഇല്ലാത്ത ഒരു സംഗതി. അത്രമാത്രം പരിതാപകരമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗം. ആ പരിതാപകരമായ രംഗത്തും നമ്മൾ മുന്നോട്ടെത്തി. ഒരു സമൂഹത്തിന്റെ അസ്തിത്വ സംരക്ഷണമാണോ പ്രധാനം? മുസ്ലിം ലീഗ് അനിവാര്യമാണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ചോദിക്കുന്നു കുട്ടികളോട്, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, അല്ലെങ്കിൽ എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നു, സ്വയം ഞാൻ ചോദിക്കുന്നു, മുസ്ലിം ലീഗ് ആവശ്യമാണെങ്കിൽ ഈ സമുദായത്തിന്റെ അസ്തിത്വ സംരക്ഷണത്തിന് വേണ്ടി ലീഗ് നിലകൊണ്ടിട്ടുണ്ടോ? ചരിത്രം പറയുന്നു, ലീഗ് നിലകൊണ്ടിട്ടുണ്ട്. ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങളുണ്ടായ ഏത് പ്രദേശവും നിങ്ങൾ നോക്ക്. കോയമ്പത്തൂരിൽ കലാപം ഉണ്ടായപ്പോൾ ആരാ ഓടിച്ചത്? മുസ്ലിം ലീഗിന്റെ ഒരു പാർലമെന്ററി മെമ്പർ, ഒരു പാർലമെന്റ് മെമ്പർ. ആ മെമ്പർ അവിടെ ഓടിച്ചെന്ന ജനങ്ങൾക്ക് സമാധാനം കൊടുത്തു. സ്ഫോടനവും അനന്തര പ്രശ്നങ്ങളുമായി മുസ്ലിങ്ങൾ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ആരാ ചെന്നത്? പ്രശ്നപരിഹാരത്തിന് ആരാ ഉണ്ടായത്? മാറാട്ട് അഭയാർത്ഥി ക്യാമ്പിൽ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരാ ഉണ്ടായത്? അവരെ സംരക്ഷിക്കാൻ ആരാ ഉണ്ടായത്? വാദോരാതെ പ്രസംഗിക്കാൻ പലരും ഉണ്ടായിരുന്നല്ലോ. അനീതി ഉണ്ടായിട്ടുണ്ട്, അക്രമം ഉണ്ടായിട്ടുണ്ട്, ശരി. 100% എല്ലാം മുസ്ലിം ലീഗ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നില്ല. നേരെ മറിച്ച് സംരക്ഷണോത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ മുസ്ലിം ലീഗ് നിന്നിട്ടില്ലേ? ഇല്ലെന്ന് പറയാൻ ആർക്ക് കഴിയും? ഈ സമൂഹത്തിന്റെ അസ്തിത്വ സംരക്ഷണമാണോ അഭിമാനത്തോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ പുറത്ത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ അവർക്ക് സുരക്ഷ നൽകാൻ അവിടെ ചെല്ലുകയും പാർലമെന്റിൽ ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത പാരമ്പര്യം മുസ്ലിം ലീഗിനുണ്ട്. മാത്രമല്ല വ്യക്തിത്വ സംരക്ഷണമാണോ? ഇന്ത്യ മഹാരാജ്യത്തിൽ ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആരാ മുമ്പിലുണ്ടായിരുന്നത്? ശരീഅത്തിന് വേണ്ടി ബില്ല് കൊണ്ടുവരാൻ ആരാ സമ്മർദ്ദം ചെലുത്തിയത്? അത് വ്യക്തിത്വ സംരക്ഷണമല്ലേ? സാംസ്കാരിക പ്രവർത്തനമാണോ? ബാബരി പള്ളി ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിമിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സാംസ്കാരിക സൗധം അത് മുസ്ലിമിന്റേതാണെന്ന് ഉറക്കെ പറയാൻ ഇന്ത്യയിൽ ആരാ ഉണ്ടായിരുന്നത്? ബാബരി പള്ളി മുസ്ലിമിന്റേതാണെന്ന് ഉറക്കെ പറയാൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലാത്ത ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് മുസ്ലിങ്ങളുടേതാണെന്ന് തീർത്ത് പറഞ്ഞത്? മുസ്ലിങ്ങളുടേതാണെന്ന് തീർത്ത് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, ഒരു മതേതര പാർട്ടിക്കും ഇന്ത്യയിൽ കഴിഞ്ഞിട്ടില്ല. അത് മുസ്ലിമിന്റേതാണെന്ന് തീർത്ത് പറയാൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല നിങ്ങൾ നോക്കൂ, സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗം, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം. നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലേക്ക് നോക്കൂ. കരിപ്പൂർ എയർപോർട്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എംബാർക്കേഷൻ പോയിന്റാണ്. ഇന്ത്യ മഹാരാജ്യത്ത് എത്രമാത്രം ഇതുപോലുള്ള എയർപോർട്ടുകളുണ്ട്. ആ എയർപോർട്ടുകളിൽ നിന്നൊക്കെ ആളുകൾ വിദേശത്ത് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ അടുത്ത കാലത്ത് കോഴിക്കോട്ട് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് തുടങ്ങുവാൻ തന്നെ താല്പര്യപ്പെട്ടതാരാ? മുസ്ലിം ലീഗിന്റെ കേന്ദ്രമന്ത്രി ഉണ്ടായതുകൊണ്ടായിരുന്നു. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൽ താല്പര്യമുള്ളത് കൊണ്ടായിരുന്നു. നിങ്ങളതാ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊടും പാവും നൽകാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഖായിദ മില്ലത്തിന്റെ കാഴ്ചപ്പാടിന് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനം നോക്കൂ. ഫാറൂഖ് കോളേജ് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്ര ചിത്രം മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. എത്ര കോളേജുകൾ കൊണ്ടുവന്നു, എത്ര ഹൈസ്കൂളുകൾ കൊണ്ടുവന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ നാലകത്ത് സൂപ്പി MLA, നാലകത്ത് സൂപ്പി മന്ത്രിയായിരിക്കുമ്പോ എല്ലാ ഹൈസ്കൂളുകളിലും +2 കൊണ്ടുവന്നു. ടി മുഹമ്മദ് ബഷീർ സാഹിബ് മന്ത്രിയായിരിക്കുമ്പോ തുടർന്നുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം ഗ്രേഡിംഗ് സംവിധാനം പോലും നടപ്പാക്കിക്കൊണ്ട് അത്ഭുതാവഹമായ മാറ്റം സൃഷ്ടിച്ചു. അതുപോലെ പഴയ CH മുഹമ്മദ് കോയ സാഹിബിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ ഇന്നും പുകഴ്ത്തുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? ഇതിന്റെയൊക്കെ സൂചനകൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സമൂഹത്തിന് എന്ത് ചെയ്തു കൊടുത്തു എന്നതിന്റെ മറുപടികളാണ്. ആ മറുപടികൾ കണ്ടെത്തി പഴയ ചരിത്രത്തിൽ നിന്നും പഠിക്കുവാൻ കുട്ടികൾ മുന്നോട്ട് വരണം. ഇത് തൊഴിൽ
തൊഴിലാണോ പ്രശ്നം? സംവരണ പ്രശ്നത്തിൽ നമുക്ക് ഇത്ര ശതമാനം സംവരണമെന്ന് വേറിട്ട് പകുത്തു തന്നത് മുസ്ലിം ലീഗാണ്. അതിന് അവകാശവാദം ഉന്നയിച്ചത് മുസ്ലിം ലീഗാണ്. ബാക്ക്ലോഗ് പരിശോധിക്കാൻ മുന്നോട്ട് വന്നതും നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു ഭാഗമെങ്കിലും നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി ശക്തമായി മുന്നോട്ട് വരാനും നിയമസഭയിൽ ശബ്ദിക്കുവാനും മുസ്ലിം ലീഗിന് കഴിഞ്ഞു. ഒരു വേള നമ്മൾ ഒന്നുകൂടി സംഘടിച്ചു വന്നിരുന്നുവെങ്കിൽ, നമ്മൾ ഭിന്നിച്ചു നിൽക്കാതിരുന്നുവെങ്കിൽ, മുസ്ലിം ലീഗിന്റെ പ്രസക്തി മനസ്സിലാക്കിയ മുഴുവൻ ആളുകളും, എല്ലാ മതസംഘടനകളും, അതുപോലെ എല്ലാ ബഹുജനങ്ങളും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നിൽ നിർത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുസ്ലിം ലീഗ് മുന്നിൽ നിൽക്കട്ടെ. മതപ്രവർത്തനത്തിന് ഓരോരുത്തരും അവരുടെ മാർഗം സ്വീകരിക്കട്ടെ. മുസ്ലിം ലീഗ് നമ്മുടെ പൊതുവായ പ്രശ്നത്തിന് മുമ്പ് നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയിലേക്ക് എത്തിക്കുവാൻ നമ്മൾ പരസ്പരം മത്സരിച്ചാൽ നമ്മുടെ സമുദായത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കാർക്കിച്ചു തുപ്പാൻ ആർക്കും കഴിയില്ല. നമ്മുടെ തലക്കും ഇത് ഒരു പരുന്തും പറക്കില്ല. അധികാരവും നിയമവും കയ്യിലെടുത്തുകൊണ്ട് അമ്മാനമാടാൻ നമുക്ക് കഴിയും. റവന്യൂ വരുമാനത്തിന്റെ 40% കയ്യിൽ വെച്ചുകൊണ്ട് ഈ സമൂഹം മുന്നോട്ട് കൊണ്ടുപോയില്ലേ? മാൻഡേറ്റ് വാങ്ങി അധികാരത്തിൽ വന്നതാണ് മന്ത്രിമാർ. മാന്യമായി നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ വികസന പ്രക്രിയക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞില്ലേ? മാത്രമല്ല, ഇനി നമ്മുടെ നട്ടങ്ങൾക്കുള്ള പരിഹാരമാണോ നിങ്ങൾ നോക്കൂ. ഉത്തരേന്ത്യയിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നട്ടങ്ങളും അപകടങ്ങളും ഉണ്ടായി. ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് തിരിച്ചു കൊടുത്തോ? നേരെ മറിച്ചോ, തലശ്ശേരി കലാപം നടന്നപ്പോൾ നഷ്ടപ്പെട്ടവർക്ക് മുഴുവൻ തിരിച്ചു കൊടുക്കുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നു.